മക്കളെ, ഇന്ന് നമ്മൾ മാസങ്ങളുടെ പേരാണ് പഠിക്കാൻ പോകുന്നത്. മഹീനോം കാനാം. മഹീന എന്ന് പറഞ്ഞാൽ മാസം. മഹീനോ മാസങ്ങൾ. മഹീനോം കാനാം മാസങ്ങളുടെ പേര്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അറിയാവുന്നതാണ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അല്ലേ? അറിയുന്ന കാര്യം തന്നെയാണ്. അതിന് ചെറിയ മാറ്റം മാത്രമാണ് ഹിന്ദിയിലേക്ക് വരുമ്പോൾ ഉള്ളത്. ചിലത് അങ്ങനെ തന്നെ വരും, മാറ്റമില്ലാതെ വരും. ജനുവരി എന്നത് അങ്ങനെ തന്നെ ജനുവരി എന്നെഴുതും. ഫെബ്രുവരിക്കാണ് മാറ്റം വരുന്നത്. ഫർവരി എന്നാണ് ഫെബ്രുവരിക്ക് വരുന്നത്. ഓക്കെ, ഫെബ്രുവരിക്ക് എങ്ങനെയാണ് വരുന്നത്? ഫർവരി എന്നാണ് ഹിന്ദിയിൽ ഫെബ്രുവരി എന്നെഴുതുക. ഫർവരി. മാർച്ച് അങ്ങനെ തന്നെ എഴുതും. ഏപ്രിലിന് അപ്രിൽ എന്നെഴുതും. മെയ് എന്ന് തന്നെയാണ് എഴുതുക. ജൂൺ എന്നെഴുതും. ജൂലൈ അങ്ങനെ തന്നെ ജൂലൈ എന്നെഴുതും. ആഗസ്റ്റിന് മാറ്റം വരുന്നത് ആഗസ്റ്റ്. സെപ്റ്റംബറിന് സിതംബർ. ഒക്ടോബറിന് അക്ടോബർ. നവംബർ അങ്ങനെ തന്നെ എഴുതും. ഡിസംബറിന് ഡിസംബർ എന്നാണ് എഴുതുക. ഓക്കെ, ഡിസംബറിന് എന്താണ്? ഡിസംബർ എന്നെഴുതും. അപ്പം മാറ്റം വരുന്ന എത്രയേ ഉള്ളൂ. ഫെബ്രുവരി അതുപോലെ തന്നെ ഏപ്രിലിന്, ഫെബ്രുവരിയും അതുപോലെ തന്നെ ഏപ്രിലിന്. ഫെബ്രുവരി, ഏപ്രിൽ, പിന്നെ എന്താണ്? ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഡിസംബർ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കാം. നമുക്ക് മാറ്റം വന്നത് മാത്രം നോക്കാം. ഫെബ്രുവരി, ഫർവരി, ഏപ്രിലിന് അപ്രിൽ. പിന്നീട് ആഗസ്റ്റ് ആണ്. ആഗസ്റ്റിന് അഗസ്റ്റ്. സെപ്റ്റംബർ, സിതംബർ. ഒക്ടോബർ, അക്ടോബർ. നവംബർ തന്നെ എഴുതും. ഡിസംബറിനെ ഡിസംബർ എന്ന് എഴുതും. ഓക്കെ, അപ്പം എത്രയാണ് ഇതിന് വരുന്ന മാറ്റമുള്ളത്? നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. വളരെ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണിത്. ബേസായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ.